പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ശശി തരൂർ. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ചത് കോൺഗ്രസിലുണ്ടായ വിവാദം കെട്ടടങ്ങും മുൻപാണ് മോദിക്ക് പ്രശംസയുമായി തരൂർ വീണ്ടും എത്തിയിരിക്കുന്നത്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് നടത്തിയ നിലപാട് അബദ്ധമായി പോയെന്നും തരൂർ പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ധർ പങ്കെടുക്കുന്ന ഡൽഹിയിൽ വെച്ച് നടന്ന റായ്സിയ ഡയലോഗിലാണ് ശശി തരൂർ മോദിയെ പുകഴ്ത്തിയത്. ഇതാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. മോദിയുടെ നയത്തെ എതിർത്ത് അബദ്ധമായി പോയെന്നും തന്റെ മുഖത്തേറ്റ ചീമുട്ടയേറ് തുടച്ചു കളയുകയാണെന്നും തരൂർ വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയം കാരണം ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിൽ രാജ്യത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന അവസ്ഥയിലാണെന്നും തരൂർ പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ. UN ചാർട്ടറിന്റെ ലംഘനം നടന്നു, അതിർത്തി വ്യവസ്ഥയിൽ ലംഘനം നടന്നു, യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനം നടന്നു, അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗം അംഗീകരിക്കാനാവില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്നിങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അത് അബദ്ധമായി പോയെന്നും ഞാൻ കരുതുന്നു. കാരണം 2 ആഴ്ച ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കാൻ 2 രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനും മോദിക്ക് കഴിഞ്ഞു. രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നും വ്യക്തമാണ്. ശാശ്വത സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ സ്ഥാനത്തേക്ക് ഇന്ത്യ വളർന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. തരൂരിന്റെ വാക്കുകളെ കോൺഗ്രസ് ഇനി എങ്ങനെ നോക്കിക്കാണുമെന്ന് ഇനി അറിയാനുള്ളത്. തരൂരിന്റെ വാക്കുകൾ BJP പ്രതിപക്ഷത്തിന് നേരെയുള്ള ആക്രമണത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിന് പ്രതികരിക്കാതിരിക്കാനാവില്ല.